Hello Muthumanis, welcome back to the channel. Hello Muthumanis, welcome back. അത് മതി. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിത് ചെയ്യാൻ പോണ വീഡിയോ ആണ് വിസ്പർ ചലഞ്ച്. അപ്പൊ ചലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ട് നമുക്കൊരു പണി തരും. അതാണ് ഇന്നത്തെ ചലഞ്ച്. കാക്കൂന് പണി കിട്ടാൻ നോക്കിക്കോ. അപ്പോൾ ചലഞ്ച് എന്താന്ന് വെച്ചാൽ ഞാൻ കാക്കൂനോടും 10 വാക്ക് പറയും, കാക്കു എന്നോടും 10 വാക്ക് പറയാം. അപ്പോൾ ചലഞ്ചിൽ തോൽക്കുകയാണെങ്കിൽ ഓരോ വാക്കും പറയാത്തതിന് ഓരോ ബൈറ്റ് വെച്ചിട്ട് മുളക് വെക്കേണ്ടി വരും. ഇത് എപ്പോഴൊന്നും ചോദിക്കണ്ട. ഓരോ ബൈറ്റ് വെച്ചിട്ട് മുളക് കഴിക്കേണ്ടി വരും. കഴിക്കാന്നോ തുടങ്ങുന്നല്ലേ? അപ്പൊ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. 30 സെക്കൻഡിന്റെ ഉള്ളിലാണ് എന്ത് ബാക്കി ഏതാന്ന് പറയേണ്ടത്. അപ്പൊ തുടങ്ങാം. കാക്കണ്ടോ ഓവറാക്കില്ല കേട്ടോ. കാക്കണ്ടോ റബ്ബേ അഭിനയ സിംഹമേ. കേൾക്കണുണ്ട്, കേൾക്കണ്ടോ? ശരിക്കും കാക്കണ്ടോ? കാക്കണ്ടോ ശരിക്കും പോയി കേക്കണ്ടോ? പിന്നെ ഞാൻ കേക്കല്ലെന്ന് പറഞ്ഞത് സത്യം ആണെങ്കിൽ. അപ്പൊ ഫസ്റ്റത്തെ വാക്ക് മരപ്പൊട്ട. ഒന്ന് അവിടേക്ക് നീങ്ങിപ്പോയിക്കോ. അങ്ങനെ കേട്ടത് പറയാ. അതങ്ങോട്ട് നോക്ക്. അങ്ങോട്ടേ ഇങ്ങനെ നോക്കേ. ഞാനല്ലേ പറയുന്നു. വിട്ടിക്ക് കുറച്ച് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി നിക്ക്. അപ്പോ വാക്ക് മരപ്പൊട്ടൻ എന്നാണ്. മരപ്പൊട്ടൻ. മരപ്പൊട്ടൻ. പരിപ്പുവട. ഉണ്ടപ്പരി. മരപ്പൊട്ടൻ. 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 പരിപ്പുവട. മരപ്പൊട്ടൻ. ഒന്നുകൂടി വരും. അങ്ങനെ ആദ്യ ചോദ്യത്തിൽ തന്നെ തോറ്റുകൊണ്ട് മുളക് പിന്നെ പറ്റൂല. പണ്ട് വല്യമ്മ പറഞ്ഞ പോലെ വേരി കിടക്കുന്ന പാമ്പ് തോർത്തിട്ട് അവസ്ഥയായി. അടുത്ത് പറയും. എന്തടുത്ത് തിന്നണോ? തിന്നാ പറ്റൂല കേട്ടോ. കുറച്ചും കൂടി കയറ്റി കടിച്ചു. മുളുങ്ങി വിട്ടാലേ കടിച്ചു. ഓറാക്കിട്ട് ഹലോ ഗെയ്സ്, അപ്പം നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് നമുക്കിതിനുള്ളൊരു പണി ഞാൻ നേരത്തെ മുളകുന്നുണ്ട്. അപ്പോൾ അടുത്തേക്കും കിട്ടിലും പണി കൊടുക്കണം. നേരത്തെ പറഞ്ഞ വേണ്ട വൈവായിക്കൊണ്ട് നമുക്ക് ടൈമർ. അപ്പം നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിലും പണി കൊടുക്കാം. ഓക്കെ അല്ലേ? മസ്തിഷ്ക പ്രക്ഷാളനം. മസ്തിഷ്കത്തിൽ പ്രക്ഷാളനം അല്ലേ? അല്ലേ അല്ലേ? മസ്തിഷ്കത്തിൽ രക്തപ്രക്ഷാളനോ? മസ്തിഷ്കത്തിൽ പ്രക്ഷാളനോ? അങ്ങനെ കാക്കുവിന്റെ കുസ്തിയിൽ നിന്ന് ഞാൻ അതിവിദഗ്ധമായി രക്ഷപ്പെട്ടിരിക്കുന്നു. 1 പോയിന്റ് നേടി. മുളക് കടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത വേർഡ് ദൃഷ്ടിക് മന്നൻ. ദൃഷ്ടിക് മന്നൻ. എന്താണ് ദൃഷ്ടിക് മന്നൻ? ടൈമർ ഓണാക്കിയില്ല. ദൃഷ്ടിക് മന്നൻ. ദൃഷ്ടിക് മന്നൻ. സുലൈമാൻ കാക്ക. പോക്കരാക്ക. ദൃഷ്ടിക് മന്നൻ. വായക്ക് കേറ് വിട്ടക്ക്. ദൃഷ്ടിക് മന്നൻ. ഒന്നുകൂടി. ദൃഷ്ടിക് മന്നൻ.
സിസ്റ്റർമാരോ നഴ്സുമാര് ദൃഷ്ടിക് മന്നൻ വടയച്ചി പ്രേതം ദൃഷ്ടിക് മന്നൻ ഗേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ലോകത്തെങ്ങാനും ഇല്ലാത്ത പേരുകളാണ് പറയണത്. എന്താ പറഞ്ഞു? ദൃഷ്ടിക് മന്നൻ. എവിടെ കേട്ടിട്ടുണ്ടോ? റീലില് ആ മറ്റേ പച്ചജന്തുല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ അത് വല്യമ്മക്ക് മാത്രം അറിയുന്ന വാക്കാണ്. ആ മറ്റേ പച്ചജന്തുല്ല ഇവിടെ പറഞ്ഞതൊക്കെ ടീച്ചർ പറഞ്ഞു. അത് പുൽച്ചാടി പുളിച്ചാടിയല്ലേ പറ പുളിച്ചാടില്ല ചെടിച്ചാട്ടിയില് മുളിച്ചാടി. ശരിയാക്കി തരാം മുളക് അടിക്കും. അങ്ങനെ വീണ്ടും തോറ്റിക്കാക്കും മുളക് തിന്നാൻ തയ്യാറാവുകയാണ്. കടിച്ചു ഈ മുളകിന് മറുമുളക് ഞാൻ തന്നില്ലെങ്കിൽ തിന്നില്ലല്ലോ. പിന്നെ അടുത്തത് ശരിയാക്കി തരാടി. അപ്പോ അടുത്ത നമുക്കൊരു കിട്ടിലും പണി കൊടുക്കാം. ഇതിനൊക്കെ പ്രതികാരം ചെയ്യണം. ഓണാക്ക് നല്ല ചെവിക്ക് ആദ്യം അതില് പറഞ്ഞു കൊടുക്കണം. എന്താ പേരെന്ന് വെച്ച് കഴിഞ്ഞാല് കടോൽക്കജൻ ഗൈസ്. അപ്പം നമ്മൾ ഓണാക്കുകയാണ്. ഇതിൽ ഇവള് കുടുംബം ഉറപ്പാ. ഗഡോൽക്കജൻ കടയില് ആ കടയിലുണ്ടാവും. കടോൽക്കജൻ കാക്കു പറഞ്ഞ മറ്റേ വാക്ക് എന്ത്? കടൽക്കജൻ. അങ്ങനെ വീണ്ടും ഞാൻ വിജയിച്ച് മുന്നേറുകയാണ് ഗുയിസ്. അങ്ങനെ എനിക്ക് 2 പോയിന്റ് കിട്ടി. കാക്കു 0 പോയിന്റിൽ വീണ്ടും നിൽക്കാണ്. ഉറക്കെ പറഞ്ഞ സൗണ്ടിൽ പറയണം കേട്ടോ. അങ്ങനെ മുളകുന്ന് തിന്നിട്ടില്ല. ഇങ്ങല്ല ഞാൻ വല്ലാ മുളക് തീറ്റിക്കുണ്ട്. ആവശ്യം വരും കുടിച്ചു പാട്ടൊക്കെ. അങ്ങനെ വിട്ട് നിക്ക്. ആ അത് ഓഫായി. വൈഫൈ ഓഫ് അല്ല ഒന്ന് ഓഫായി. ആ വാക്ക് എന്താന്ന് വെച്ചാ മിക്കവാറും മുളക് തീർന്നു പോകുന്ന എനിക്ക് തോന്നുന്നു. അപ്പോ അടുത്ത വാക്ക് ബാഹുബലി. സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ബാഹുബലി. ബാഹുബലി ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ കപ്പൂനൊരു പോയിന്റ് കിട്ടിയ ചാടിയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു അടുത്ത പണികൾക്ക് കൊടുക്കാമെന്ന്. അപ്പൊ ഈ കൈക്ക് മുളക് പറഞ്ഞല്ലേ. ശരി, ഇത് ഭയങ്കര റോങ് ഗെയിമാണ് ഗൈസ്. ആ നാടകം നടക്കൂല. പൊട്ടത്തി പൊട്ടത്തി. ഗൈസ് അപ്പൊ നമുക്ക് അടുത്ത വാക്ക് കൊടുക്കാം. ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഓക്കെ ആണ്. പ്രതിഭ 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 പുഷ്പ 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 പ്രതിഭ പ്രതിമ. മുളക് കഴിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു ഇതിനുള്ള പണി കൊടുക്കണമെന്ന്. നമ്മള് കുറെ ദിവസമായി. കുറെ ദിവസം അല്ല അത് കട്ട് ചെയ്തോണ്ട് ഇവള് 2-3 ക്വസ്റ്റ്യൻസ് നമ്മളെ പണി തന്നാണ്. അപ്പൊ കിടലിനായിട്ട് മുളക് കഴിക്കണ കാണാം. കഴിക്കും എന്നിട്ട് എക്സ്പ്രഷൻ മുണിഞ്ഞാൻ പാടില്ല. കഴിക്കേ നല്ല രസമല്ലേ? കുറെ ദിവസമായി. ഓക്കെ ഗൈസ്, അപ്പോ അടുത്തത് ഞാൻ അയ്യ പറഞ്ഞിട്ട്
ആരെങ്കിലും പറഞ്ഞു നല്ല സുഖില്ലേ ചിരിച്ചാടെ വലിയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവിടെ അടിച്ചു. ശരി എന്നാ. അഭിനയം എന്താ പറയാ കാക്കൂന്റെ അത്ര ഒന്നിട്ട്. അപ്പോ അടുത്ത വാക്ക് വിട്ടുക്ക് വിട്ടുക്ക്. നിനക്ക് ഭ്രാന്താണോ? നിനക്ക് ഭ്രാന്താണോ? നിനക്ക് ഭ്രാന്താണോടാ? എന്താണ് ദൈവം നല്ലപോലെ പറയും. നിനക്ക് ഭ്രാന്താണോടാ? തിരുമലൈക്കോട്ട. ഓ നിനക്ക് ഭ്രാന്താണോടാ? നിനക്ക് ഭ്രാന്താണോടാ? മുറ്റത്തെ മുല്ലക്ക് മണമില്ല. കാക്കൂന് അത്രയും മടങ്ങി. നിനക്ക് ഭ്രാന്താണോടാ? പറയ. കുൺമാൻട്രി. മുടങ്ങുന്നു. അങ്ങനെ വീണ്ടും തോറ്റുകൊണ്ട് കാക്ക മുടങ്ങുകയാണ്. പോയി അപ്പൊ നമ്മള് മുളക് കഴിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ് കേസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഭയങ്കര. അപ്പൊ നമുക്ക് അടുത്തത് ഇതിന് പകരം എന്തായാലും അവളെ കൊണ്ട് മുളക് തീറ്റിക്കണം. പറയട്ടെ? സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? നല്ല കേൾക്കണ്ട്. പട്ടി കാക്കൂനൊക്കെ നല്ല സീൽ കട്ടിയ ഇല്ലേ? നിനക്കറിയാന്നുണ്ടല്ലോ. പാട്ടൊന്ന് മാറ്റാൻ നമുക്ക് DJ സോങ് ഇപ്പൊ കേൾക്കണ്ടോ? ആ കേൾക്കണ്ടോ? അപ്പോ ഇവളൊന്ന് പറ്റിച്ചു. എന്തായാലും വേണ്ടില്ല, നമുക്ക് പണി കൊടുക്കാം. കണ്ണിലുണ്ണി 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 കൃഷ്ണമണി കണ്ണിലുണ്ണി കൃഷ്ണമണി കണ്ണിലുണ്ണി പറയ്. കണ്ണിലുണ്ണി കണ്ണിലുണ്ണി പറയ്. കണ്ണിലുണ്ണി കണ്ണിലുണ്ണി ആണോ? ആണോ? പിടിച്ചു ആണോ? പക്ക. അങ്ങനെ വീണ്ടും ഞാൻ ജയിച്ചിരിക്കുന്നു. എന്തായാലും ചലഞ്ച് ചില പ്രശ്നങ്ങൾ കാരണം നിർത്തി വെക്കേണ്ടി പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. ഇവള് ഫുള്ള് കള്ളിയാണ്. ഇവള് എന്തൊക്കെ ഈ ലോകത്തില്ലാത്ത വാക്കുകളൊക്കെ പറയാണ്. ഇവൾക്കും ഇവിടെ വല്യമാക്ക് മാത്രം അറിയുന്ന വാക്കുകളാണ്. അപ്പോ പറയും എന്ത് പറയാ. അപ്പോ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൻ നീക്കി പഠിക്കാം. ടാറ്റാ.